ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു മീൻകറി വെക്കാൻ പോവുകയാണേ. മീൻകറി വെക്കുന്ന എല്ലാവരും ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് കണ്ടിട്ട് മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടല്ല, ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുക കേട്ടോ. എന്താ വെച്ചാൽ ഈ മീൻകറിയുടെ പേര് യൂട്യൂബ് മീൻകറി എന്നാണ് കേട്ടോ. ഒരു സ്ഥലത്തെയും കോട്ടയം മീൻകറിയെന്നോ ആലപ്പുഴ മീൻകറിയെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ മിക്സ്ഡായിട്ട് നമ്മളിപ്പോൾ എല്ലാ വീഡിയോസ് എല്ലാം പല സ്ഥലത്തെയും കണ്ട് പല ആൾക്കാർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിനെ യൂട്യൂബ് മീൻകറി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള പൊടികളെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കണം. പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇത്തിരി ഈ കോരയെന്ന് പറയുന്ന മീൻ വാങ്ങിച്ചിരുന്നു. അത് ഇത്തിരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതാണിപ്പോൾ കറി വെക്കാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ട് നമ്മൾ ജാറിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ആയിട്ടത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മലയാളികൾക്ക് മീൻകറി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. അത് ഏത് രാജ്യത്ത് എവിടെ പോയാലും അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മീൻകറി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് ജസ്റ്റ് ചാനൽ കുറേ വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ചെയ്യണം എന്ന്. പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പോഴാണ് സമയമായത്. എല്ലാത്തിനും ഓരോരോ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ. എനിക്കും ഇപ്പോഴാണത് ചെയ്യാം എന്നുള്ള ഒരു ഇതിലോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, അതിലോട്ട് ഉലുവ ഇട്ടു, അതിനുശേഷം ഇച്ചിരി കടുകിട്ട് കൊടുക്കണം. കടുകിട്ട് അതൊന്ന് ചൂടായി ഒന്നൊന്ന് മൂത്ത് വരുമ്പോഴല്ലേ അത് കടുകിടാൻ പറ്റുള്ളൂ, അല്ലെ പച്ചക്ക് ഇടന്നാലേ കഴിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്ന് മൂക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ മറ്റേ ചരുവത്തിൽ പുളി ഇട്ട് കുടംപുളി ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെ വെച്ച് ഇറക്കുമ്പോൾ തന്നെ കിട്ടും എന്നൊരു യൂട്യൂബിൽ ഒരു മീൻകറിയുടെ വീഡിയോ ഞാൻ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂട്യൂബ് മീൻകറിയാണേ. നമ്മൾ നമ്മുടെ രീതിയിലും ചെയ്യുമെന്നാലും എന്താ പറയുക, ഇതെല്ലാം കൂടെ ആയിട്ടാണ് ഇപ്പം നമ്മൾ പലതും കണ്ടിട്ട് അതിനകത്ത് നല്ല നല്ല ടിപ്സ് നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കറി പോലെ വെക്കണം എന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഗ്രേവി ഒന്ന് നന്നായിട്ട് മൂക്കുന്നവരേക്കും അത് ചെയ്തു. അത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ വെള്ളം വേണം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുളിയും ആ വെള്ളവും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. കോരമീനാണേ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് കുറച്ച് ദിവസമല്ല, ഒരു 3-4 ദിവസത്തിന് മുമ്പ് മീൻ മേടിച്ചത് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എടുത്തത് ബാക്കി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ മീൻകറി ഇപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഗ്രേവി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മറിയുമ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുമ്പോഴേക്ക് ഗ്രേവി തിളച്ച് മറിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ എടുത്തിടാം. മീൻ പെറുക്കിയിടുകയാണ്, മീൻ കഷ്ണങ്ങൾ. പിന്നെ എനിക്ക് അപ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ വന്നത്, നമ്മൾ ഈ മീൻ കഷ്ണം ഇതിനകത്ത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടുത്ത ചട്ടിയിലോട്ട് മാറ്റി. അപ്പോൾ അതിലാണ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.